ഇന്ന് നമുക്ക് അല്പം ചിന്തിക്കാം. എന്തിനെക്കുറിച്ചാണ്? സത്യസന്ധമായ ജീവിതത്തെക്കുറിച്ച്. സത്യം മാത്രമേ എന്നും നിലനിൽക്കുകയുള്ളൂ. സത്യത്തിന് മാത്രമേ നിലനിൽപ്പുള്ളൂ. ഏതൊരു മതത്തിൻ്റെയും, അതായത് ഹിന്ദു ആണേലും മുസൽമാനാണേലും ക്രിസ്ത്യാനി ആണേലും അവൻ്റെ ആത്യന്തികമായ അടിസ്ഥാനം സത്യത്തിലാണ് നിലകൊള്ളുന്നത്. സത്യത്തിലൂടെ ചരിക്കുന്നവർക്ക് എന്നും നിലനിൽപ്പുണ്ട്. അവന് മരണശേഷം നല്ലൊരു സ്വർഗരാജ്യം അവകാശമുണ്ട്. ഇന്ന് പലരും തോന്നുന്നത് പോലെ ജീവിക്കുന്നു. സഹോദരനോട് മിണ്ടിയാല, ചിലർ മാതാപിതാക്കളോട് മിണ്ടിയാല, മറ്റു ചിലർ അയൽവക്കക്കാരോട് മിണ്ടിയാല. എന്നിട്ട് ഞാൻ വലിയ സംഭവമാണെന്ന് കരുതി, ഞാൻ ഏറ്റവും നല്ല വ്യക്തിത്വത്തിന് ഉടമയാണെന്ന് കരുതി ജീവിക്കുന്നു. അതെല്ലാം തെറ്റാണ്. മിഥ്യയായ കാരണം ഇതാണ്. മാതാപിതാക്കളാണെങ്കിൽ മക്കളെ ബഹുമാനിക്കണം, മക്കളാണെങ്കിൽ മാതാപിതാക്കളെ ബഹുമാനിക്കണം. അവരെ മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്ത്തിക്കെട്ടരുത്. അവരെ അപമാനിക്കുന്ന പരിപാടികളൊന്നും ചെയ്യരുത്. ഇന്ന് സ്വന്തം സഹോദരങ്ങളോടോ മാതാപിതാക്കളോടോ ആർക്കും യാതൊരു ഉത്തരവാദിത്വമോ സ്നേഹമോ ഇല്ല. സ്വന്തം കാര്യം മാത്രം. ചില ആൾക്കാർ മക്കൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കാതെ കിട്ടുന്ന പൈസ, പെൻഷൻ കാശ് കാണും. പണക്കാരാണേലും ജോലിക്കാരാണേലും സാധാരണക്കാരാണേലും പാവപ്പെട്ടവരാണേലും ഇന്നത്തെ യൂത്ത് പണിയുന്നത് കണ്ട് അവരെ പോലെ ആകാൻ വേണ്ടി ഈ 80-ാമത്തെയും 85-ാമത്തെയും വയസ്സിൽ കിട്ടുന്ന പെൻഷൻ കാശ് മുഴുവൻ പറമ്പിൽ അതും ഇതും ചെയ്ത് നശിപ്പിച്ചു കളയുന്നു. സ്വന്തം ആരോഗ്യത്തിന് വേണ്ടി പൈസ മാറ്റിവെക്കുകയോ, ആശുപത്രി കേസ് കേട്ടോ അപകടമോ രോഗമോ വന്നാൽ അതിനു വേണ്ടി എടുക്കുവാൻ ഒരല്പം പൈസ മാറ്റിവെക്കുകയോ ചെയ്യാതെ, എന്താണ് അവനവൻ ചെയ്യുന്നതെന്ന് പോലും ചിന്തിക്കാതെ സർവ്വ പൈസയും പറമ്പിൽ ഓരോ പുതിയ കാര്യങ്ങൾ നടുന്നതിനും അതിൻ്റെ വളങ്ങൾ മേടിച്ചിടുന്നതിനും വേണ്ടി ചെലവഴിക്കുന്നു. ഒരിടത്ത് പറമ്പിൽ ഇന്ന് റബ്ബറിന് ആദായം കുറവാണ്, പൈസ കുറവാണ്, റബ്ബറിൻ്റെ വില ഇടിഞ്ഞെന്ന് പറഞ്ഞ് അത് വെട്ടിക്കളഞ്ഞ് റംബുട്ടാൻ വെക്കുന്നു, അല്ലെങ്കിൽ വേറെ കൈത വെക്കുന്നു. ഇതെല്ലാം ഈ 85-ാമത്തെ വയസ്സിൽ വളരെ മണ്ടത്തരമാണ്. കയ്യിൽ കുറച്ച് പൈസ ഉള്ളത് അല്ലെങ്കിൽ പെൻഷൻ കാശ് കിട്ടുന്നത് സൂക്ഷിച്ചു വെച്ചാൽ മാത്രമേ പിന്നീടുള്ള നമുക്ക് ഓരോ മരുന്ന് മേടിക്കുന്നതിനും ഓരോ ആവശ്യത്തിനും വിനിയോഗിക്കാൻ പറ്റുള്ളൂ. അത് ചിന്തിക്കാതെ ഇത് മുഴുവൻ പറമ്പിൽ ചെലവഴിച്ചിട്ട് പൈസ ഇല്ലെന്നും പറഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടുന്നു. എത്ര രൂപ പെൻഷൻ ഉണ്ടെങ്കിലും, ചെറിയ പൈസയുള്ളതിലും വലിയ പൈസയുള്ളതിലും, വരുന്നത് വരവിനേക്കാൾ കൂടുതലായി ചെലവഴിച്ചിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ, മക്കളുടെ മുമ്പിൽ, അയൽവക്കക്കാരുടെ മുമ്പിൽ കൈ നീട്ടുന്നു. എനിക്കൊന്നുമില്ലെന്നും പറഞ്ഞു. അത് ശരിയാണോ? ഒരിക്കലും ശരിയല്ല. ഒരു ജനനമുണ്ടെങ്കിൽ അവന് ഒരു കൗമാരപ്രായമുണ്ട്, യുവത്വമുണ്ട്, വാർദ്ധക്യമുണ്ട്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇതെല്ലാം കടന്നുപോയേ മതിയാവൂ. അല്ലാതെ എനിക്ക് വാർദ്ധക്യമില്ല, എനിക്ക് മരണമില്ല എന്ന് ചിന്തിക്കുന്നത് ശരിയല്ല. ഒരിക്കൽ ജനിച്ചാൽ മരിച്ചേ പറ്റൂ. ആ മരണം എങ്ങനെയാണെന്ന് നമുക്കറിഞ്ഞുകൂടാ. ഒന്നെങ്കിൽ പെട്ടെന്ന് മരിക്കും, ഒന്നെങ്കിൽ ആക്സിഡൻ്റായി മരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും തീരാ രോഗം വന്ന് കിടപ്പിലാകും. ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് മരിക്കും. ചിലപ്പോൾ സ്ട്രോക്കൊക്കെ വന്ന് ഷുഗറൊക്കെ കൂടി കൈകാലുകളൊക്കെ മുറിച്ച് വർഷങ്ങളോളം കിടക്കേണ്ടി വരും. ചിലപ്പോൾ ട്യൂബിൽ കൂടി ഭക്ഷണവും മറ്റ് മലമൂത്ര വിസർജനങ്ങൾ ബെഡിൽ തന്നെ ചെയ്ത് ജീവിക്കേണ്ടി വരും. എങ്ങനെയാണ് നമ്മുടെ മരണമെന്ന് നമുക്കറിഞ്ഞുകൂടാ. അങ്ങനെ ഇരിക്കുമ്പോൾ
ഇപ്പോൾ ഓടി നടക്കുന്ന ഈ പ്രായത്തിൽ 65, 70, 80, 85, 90 വയസ്സുള്ളവർ ഇനിയും 10-20 വർഷം അല്ലെങ്കിൽ 19 വർഷം കൂടി ജീവിക്കും എന്ന് കണക്കുകൂട്ടി മരിച്ചുപോയവരെ എല്ലാം കുറ്റം പറഞ്ഞ്, ജീവിച്ചിരിക്കുന്നവരെയും കുറ്റം പറഞ്ഞ്, ഞാനാണ് ശരി എന്ന് പറഞ്ഞ്, ഞാൻ ചെയ്യുന്നതാണ് ശരി എന്ന് പറഞ്ഞ് ജീവിക്കുന്നത് ശരിയാണോ? ഒരാൾ മരിച്ചെങ്കിൽ അവൻ എന്നോട് ചെയ്ത ദുഷ്ടതയുടെ ഫലമാണ് അവൻ്റെ മരണകാരം. എന്നോട് എതിർക്കുന്നവരെല്ലാം ഇങ്ങനെ മരിച്ചു പോകുമെന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. അവൻ അത് വന്നില്ലേ, ഇവൻ ഇത് വന്നില്ലേ, ഇവനിങ്ങനെ കിടപ്പിലായില്ലേ, അവൻ അങ്ങനെ ആക്സിഡൻ്റ് ഉണ്ടായില്ലേ, അതിനെല്ലാം കാരണം എന്നോട് ചെയ്ത ചെയ്തികളാണെന്ന് വിചാരിക്കുന്നത് മൂഢമായ ചിന്താരീതിയാണ്. ഒരുവൻ ജനിച്ചാൽ അവനും മരിക്കണം. അത് ദൈവനിശ്ചയമാണ്. അത് ഏതു വിധത്തിലുള്ള മരണമാണെന്ന് ദൈവമാണ് തീരുമാനിക്കുന്നത്. ചില ആൾക്കാർ ഇപ്പോഴും 85 വയസ്സായാലും പറമ്പിൽ കിടന്ന് പണിയുകയാണ്. വരുന്ന പെൻഷൻ കാശും ഇത്രയും നാളും സ്വരൂപിച്ച പണവും എല്ലാം പറമ്പിൽ മുടക്കി. എന്തിനു വേണ്ടി ഇനി അധ്വാനിക്കുന്നു? മക്കളെല്ലാം പഠിച്ച് വിദേശ രാജ്യങ്ങളിലും കോടികളും ഉണ്ടാക്കുന്നു. അല്ലെങ്കിൽ സാധാരണക്കാരാണെങ്കിൽ മക്കളെ ഓരോ ജോലി നേടി വേറെ പോയി താമസിക്കുന്നു. മാതാപിതാക്കൾ തന്നെ ആയിരിക്കാം. അവർക്ക് 2 പേർക്കും സ്വസ്ഥമായിട്ട് ജീവിക്കുവാനുള്ളത് അവരുടെ കൈകളിലുണ്ട്, അല്ലെങ്കിൽ അവർക്ക് പെൻഷൻ വക കിട്ടുന്നുണ്ട്. അപ്പോൾ അവർ ചിന്തിക്കേണ്ടത് അവരുടെ ആരോഗ്യത്തെക്കുറിച്ചും അവരുടെ മരണത്തെക്കുറിച്ചുമാണ്. മരണം എന്നത് സത്യമായ ഒരു കാര്യമാണ്. അതുപോലും ചിന്തിക്കാതെ കിട്ടുന്ന പൈസ മുഴുവനും വീണ്ടും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നേടാം, ഇതിലും കൂടുതൽ സമ്പാദിക്കാം, അല്ലെ മക്കളെക്കാൾ കൂടുതൽ സമ്പാദിക്കാം. മക്കളോടാണ് അവർക്ക് മത്സരം. മക്കള് കൂടുതൽ സമ്പാദിക്കുന്നു, അവർ കൂടുതൽ പൈസ എന്നേക്കാൾ കൂടുതൽ നേടി. എന്നാൽ പെരുന്തച്ഛൻ്റെ കാര്യം തന്നെയാണ്. ഇന്നും ഓരോ കാരണവന്മാരും പെരുന്തച്ഛൻ്റെ സ്വഭാവമാണ് നിലനിർത്തുന്നത്. എന്നേക്കാൾ വലുതാകരുത് ആരും, അവനൊക്കെ എന്നേക്കാൾ താഴെയായിരിക്കണം എന്ന ചിന്താഗതിയിൽ നിന്നാണ് പറമ്പിൽ നിൽക്കുന്ന റബ്ബർ മരങ്ങളും എല്ലാം വെട്ടിക്കളഞ്ഞ് കൊടിയോ ജാതിയോ ഒക്കെ വെച്ച്, അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ മറ്റുള്ളവർക്ക് പാട്ടത്തിന് കൈത കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം വീണ്ടും പറമ്പിൻ്റെ മറ്റൊരു ഭാഗത്ത് ചെലവഴിച്ച് 1 മാസം കൊണ്ട് വരുന്നതിൽ കൂടുതൽ ചെലവഴിച്ച്, എന്നിട്ട് എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് മക്കളുടെ മുമ്പിൽ കൈനീട്ടുന്നു, അയൽവക്കക്കാരുടെ മുമ്പിൽ കൈനീട്ടുന്നു. ഇവരൊക്കെ എന്തിയെ ചിന്തിക്കാത്തത്? ഈ 85, 70, 75 വയസ്സായിട്ടും അവർക്കും ഇപ്പോഴും സുബോധം വരുന്നില്ല. എന്ത് ചെയ്യും? ഇത് ആരോട് പറയും? നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒപ്പം തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാതെ മരിച്ചു കഴിഞ്ഞ് ശുദ്ധീകരണ സ്ഥലമുണ്ട്. ചില ആൾക്കാരുടെ വിചാരമുണ്ട്, ആരുടെയും മരിച്ചിടക്കിനൊന്നും പോകണ്ട, ആരുടെ ഒന്നും സഹകരിക്കണ്ട, അയൽവക്കക്കാരായിട്ടും സഹകരിക്കണ്ട, ബന്ധുക്കളായിട്ടും സഹകരിക്കണ്ട. ഞാൻ കുറച്ച് നാൾ ശുദ്ധീകരണ സ്ഥലത്തൊക്കെ കടന്നിട്ട് നേരെ ദൈവം എല്ലാവരും പ്രാർത്ഥിച്ച് കുർബാനയും ചെല്ലിച്ച് അല്ലെങ്കിൽ പൂജ നടത്തി എല്ലാവരും എന്നെ സ്വർഗത്തിലേക്ക് കയറ്റിവിടും എന്നൊരു ധാരണയാണ് മിക്ക ആൾക്കാർക്കും. എന്നാൽ അങ്ങനെയൊന്നും അല്ല. മരിച്ചാൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നീതിയും സത്യവും ധർമ്മവും നടത്തുന്ന നല്ലവരായ ആൾക്കാർ, ഒരു കുഞ്ഞ് തെറ്റ് ചെയ്യുന്ന ആൾക്കാർ സ്വർഗത്തിൽ പോകാനുള്ള ഒട്ടക സൂചിക്കുഴിയിലൂടെ കിടക്കുന്നത് പോലെയാണ് സ്വർഗരാജ്യത്തിലെ പ്രവേശനം. അത് സാധ്യമല്ലാതെ ഒരു കൊച്ചു തെറ്റുകൊണ്ട് ശുദ്ധീകരണ സ്ഥലത്തേ പോവുള്ളൂ. വലിയ തെറ്റുകളും ഇങ്ങനെ അഹങ്കാരവും തെറ്റിദ്ധാരണയും കൊണ്ട് കഴിയുന്നവർ നരകത്തിലേ പോവുള്ളൂ. ആ ആത്മാവ് എന്നേക്കുമായിട്ട് നശിച്ചു പോവുകയാണ്. നമ്മുടെ വീട്ടിലുള്ളവരുടെ, നമ്മുടെ സഹോദരങ്ങളെ, നമ്മൾ കണ്ടുമുട്ടുന്നവരുടെ, നമ്മുടെ ബന്ധുക്കളുടെ ഒരാത്മാവ് നരകത്തിൽ കടന്ന് വേദനിക്കുന്നത് കാണാൻ നമുക്ക് സാധ്യമല്ല. നമ്മൾ വേദനിക്കുന്നു. എന്തു ചെയ്യാം? ആരോട് പറയാം? പ്രാർത്ഥിക്കുകയല്ലാതെ യാതൊരു നിർവാഹവുമില്ല. എല്ലാവരും മരിച്ചവർക്ക് വേണ്ടി ബലി അർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പൂജകൾ ചെയ്യുന്നു. അതിനേക്കാൾ ആവശ്യം ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പൂജകളും ബലികളും അർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ജീവിച്ചിരിക്കുന്നവരുടെ മാനസാന്തരമാണ് വേണ്ടത്.
ജീവിച്ചിരിക്കുന്നവർ മാനസാന്തരത്തിലേക്ക് വരേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം അത്യാവശ്യമാണ്. ജീവിച്ചിരിക്കുമ്പോൾ തങ്ങൾക്കുള്ള സ്വത്തുകൾ എല്ലാ മക്കൾക്കും 5 പേരുണ്ടെങ്കിൽ 5 പേർക്കും 3 പേരുണ്ടെങ്കിൽ 3 പേർക്കും തുല്യമായി വീതിക്കുവാൻ ഓരോ കാർന്നോമാരും കടപ്പെട്ടവരാണ്. പിന്നെ പണ്ടത്തെ സമ്പ്രദായം അനുസരിച്ച് ഇളയ മക്കളാണ് കാർന്നോമാരെ നോക്കേണ്ടത് എന്ന തെറ്റായ ധാരണ ഇന്നും വെച്ചു പുലർത്തുന്നവരുണ്ട്. പക്ഷേ ഇന്ന് പലരും വിദേശത്തായിരിക്കും ഇളയ മക്കൾ, മൂത്ത മക്കളും വിദേശത്തായിരിക്കും, മധ്യത്തിലുള്ളവരായിരിക്കും ചിലപ്പം നാട്ടിലുള്ളത്. ഏത് മക്കളാണ് നമ്മളെ നോക്കുന്നത് എന്ന് നമുക്കറിഞ്ഞുകൂടാ. ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾക്ക് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ അവരുടെ ജീവിത പങ്കാളിക്ക് ഇവരെ നോക്കാൻ ഇഷ്ടമുണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. മുമ്പോട്ടുള്ള ജീവിതം മക്കളുടെ ജീവിത പങ്കാളികളെയും കൂടി ആശ്രയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ നല്ല സുബോധത്തോടെ ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുമ്പോൾ മക്കളെയെല്ലാം വിളിച്ച് നിങ്ങളിൽ ആരാണ് ഞങ്ങളെ നോക്കുന്നതെന്ന് ചോദിക്കേണ്ടതാണ്. ആർക്ക് ഞങ്ങളെ നോക്കാൻ പറ്റും? എല്ലാ മക്കളോടും ചോദിക്കണം, എല്ലാവരുടെയും അഭിപ്രായം അറിയണം. എന്നിട്ട് ആ നോക്കാൻ സന്മനസ്സുള്ള മക്കള്, അത് ഒരു മകനോ ഒരു മകളോ തീരുമാനിച്ചാൽ പോരാ, അവരുടെ ജീവിത പങ്കാളിയും കൂടി തീരുമാനിക്കണം. അങ്ങനെ 2 പേരും കൂടി ഒത്ത് നോക്കാൻ തയ്യാറായാൽ മാത്രമേ കാർന്നോമാരുടെ ജീവിതം സുരക്ഷിതമാവുകയുള്ളൂ. അതുകൊണ്ട് ഓരോ കാർന്നോമാരും അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നിട്ട് എല്ലാ മക്കളുടെ അറിവോടും അഭിപ്രായത്തോടും കൂടി എല്ലാ മക്കൾക്കും തുല്യമായി വീതം വെക്കണം. എന്നിട്ട് സ്വസ്ഥമായി ജീവിച്ചിട്ട് പിന്നീടുള്ള ജീവിതം സന്തോഷപ്രദമായി ജീവിച്ച് മരിക്കണം. എന്നാൽ മാത്രമേ ആ ആത്മാവിന് ശാന്തിയും സമാധാനവും കിട്ടുകയുള്ളൂ. ഇതൊന്നും അറിയാതെ ഒരു 60 വയസ്സ് കഴിയുമ്പോൾ നമ്മുടെയൊക്കെ പല രോഗങ്ങളുണ്ടാവും. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ചിന്താഗതികളും ശരീരത്തിൻ്റെ പോക്കും രണ്ടും 2 ദിശയിലായിരിക്കും. ഓർമ്മകൾ കുറയും, ചെയ്യേണ്ടതുപോലെ ചെയ്യാൻ സാധിക്കാതെ വരും. അത് എല്ലാവരും മനസ്സിലാക്കണം. 65, 70, 75, 80, 85, 90 വയസ്സുള്ളവർ വരെ ഇന്നും മക്കൾക്ക് വീതം വെച്ച് കൊടുക്കാതെ അവർക്ക് തോന്നുന്ന പോലെ ജീവിക്കുന്നു. പണ്ടുള്ളവർ പറയുന്നത് നമുക്കൊന്ന് വിചിന്തനത്തിലിരുത്താം. മക്കൾ തന്നോളമായാൽ മക്കളുടെ അഭിപ്രായവും കൂടി ആരായണം. അല്ലാതെ ഞാൻ ഇപ്പോഴും അവൻ്റെ അപ്പനാണ് എന്ന് പറഞ്ഞ് അഹങ്കാരത്തോടെ ഭരിക്കാതെ അവനോട് എല്ലാ കാര്യത്തിലും അഭിപ്രായം ചോദിച്ച് മുമ്പോട്ട് പോകാൻ നോക്കണം. അതാണ് ശരിയായ രീതി. 60-70 വയസ്സുകൾ കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ചിന്താരീതികൾ വളരെ മാറ്റമുള്ളതാണ്. ആധുനിക യുഗം വളരെ വേഗത്തിലാണ് വളരുന്നത്. നമ്മുടെ ലോകത്തിൻ്റെ വളർച്ചയും കണ്ടുപിടുത്തങ്ങളും രീതികളും വളരെയധികം മുമ്പോട്ട് സ്പീഡിൽ പോകുന്നു. പക്ഷേ 60 കഴിഞ്ഞ കാർന്നോമാരുടെ ചിന്താരീതികളും പ്രവൃത്തികളും വളരെയധികം പുറകിലാണ്. ഇന്നത്തെ ലോകത്തിനൊപ്പം അവർക്ക് എത്തിപ്പെടുവാൻ സാധിക്കില്ല. അത് അവർ സ്വയം മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നല്ല ആരോഗ്യമുള്ളപ്പോൾ, സുബോധമുള്ളപ്പോൾ മക്കളെ വിളിച്ച് അവർക്ക് വേണ്ട വീതം വെച്ചു കൊടുക്കുകയും നോക്കുന്ന മക്കൾക്കായിട്ട് കാലശേഷം വീട് സ്ഥലവും എഴുതി വെക്കേണ്ടതുമാണ്. അതാണ് സുരക്ഷിതമായ രീതി. അല്ലെങ്കിൽ 5, 10 അല്ല 5, 6 മക്കളുണ്ടെങ്കിൽ അവർ തമ്മിൽ തല്ലും. സമ്പത്തിന് വേണ്ടി, വീടിന് വേണ്ടി തമ്മിൽ തല്ലുന്ന എത്രയോ ഭവനങ്ങൾ എനിക്കറിയാം. സമാധാനമില്ല. അങ്ങനെയൊന്നും വരാതെ നമ്മൾ നോക്കേണ്ടത് ഓരോ കാർന്നോമാരുടെയും ചുമതലയാണ്. സ്വന്തം പാപത്തോടെ ഇതൊന്നും ചെയ്യാതെ മരിച്ചാൽ ആ കുടുംബം വരും തലമുറകൾക്ക് അതൊരു തീരാ ദുഃഖമാണ്.
അത് ദൈവകോപം കൂടിയാണ്. ആ കുടുംബങ്ങൾക്ക് ഐശ്വര്യമുണ്ടാവുകയില്ല, വളർച്ചയും ഉണ്ടാവുകയില്ല. അത് എല്ലാ മാതാപിതാക്കളും ഒത്തിരി പ്രായമാകുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, മരിച്ച് ശുദ്ധീകരണ സ്ഥലത്ത് പോയി പ്രാർത്ഥനയോടെ ആത്മാവിനെ രക്ഷിക്കാം എന്നല്ല ചിന്തിക്കേണ്ടത്. മറ്റുള്ളവരെ മക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെന്നെ രക്ഷിച്ചോളും എന്നല്ല. ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ആത്മാവിന് വേണ്ടി പോരാടണം. ഹിന്ദു ആണേലും ക്രിസ്ത്യാനിയാണേലും മുസൽമാനാണേലും ഇന്ന് സൂര്യാസ്തമയം വന്നു കഴിയുമ്പോൾ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ മരണമാണെന്ന് ഓരോരുത്തരും ചിന്തിക്കണം. കിടന്നുറങ്ങുന്നതിന് മുമ്പ് നമ്മളോട് ആർക്കേലും വിരോധമുണ്ട്, പിണക്കമുണ്ടെന്ന് നമുക്ക് ഓർമ്മയിൽ വരികയാണെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് പോയി പിണക്കം മാറ്റണം, അവരോട് സഹകരിക്കണം, അവരോട് മിണ്ടണം, അവരോട് ക്ഷമിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ആത്മാവിനും അവരുടെ ആത്മാവിനും ശാന്തി ഉണ്ടാവുകയുള്ളൂ. ഓരോ ഉറക്കത്തിലും നമ്മൾ മരിക്കുകയാണ്. നാളെ ഒരു സുപ്രഭാതം ഉണ്ടാവുമോ ഇല്ലയോ എന്ന് ദൈവത്തിന് മാത്രമേ അറിയാവൂ. അതിനാൽ ഓരോ ദിവസവും സൂര്യാസ്തമയത്തിന് മുമ്പ് എല്ലാവരുമായിട്ട് പിണക്കം മാറ്റി എല്ലാവരുമായിട്ട് സന്തോഷത്തോടെ പോയി കിടന്നുറങ്ങാൻ ഓരോ വ്യക്തികൾക്കും സാധിക്കണം. അതിനായി പരിശ്രമിക്കണം. സ്വന്തം സഹോദരങ്ങളോട് മിണ്ടാതെ, സ്വന്തം മാതാപിതാക്കളോട് മിണ്ടാതെ, സ്വന്തം മക്കളോട് മിണ്ടാതെ ബലി അർപ്പിക്കുകയും പൂജ ചെയ്യുകയും തീർത്ഥാടന സ്ഥലങ്ങൾ താണ്ടുകയും ചെയ്തിട്ട് യാതൊരു പ്രയോജനവുമില്ല. കുടം കമത്തി വെച്ച് വെള്ളമൊഴിക്കുന്നത് പോലെ മാത്രമാണ്. അത് ഇന്നത്തെ ആൾക്കാർ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. എല്ലാവർക്കും ഈഗോ പ്രശ്നമാണ്. ഈ ഈഗോ എല്ലാവരും മാറ്റിവെക്കണം. നമ്മൾ മണ്ണാണ്. മരിക്കുമ്പോൾ വെറും മണ്ണായി മണ്ണിനോട് ലയിച്ചു ചേരുന്നവരാണ്. നമ്മളെ പിന്നെ ഒരു തലമുറ ഓർത്തെന്നിരിക്കും, 2 തലമുറയാവുമ്പോൾ പതിയെ മറന്നുപോകും. 3ാമത്തെ തലമുറയാവുമ്പോൾ നമ്മളെ ആരും അറിയേല. നമ്മൾ മണ്ണോട് മണ്ണായി കഴിഞ്ഞു. പിന്നെ എന്തിനഹങ്കരിക്കുന്നു? ഒരു നിസ്വാർത്ഥമായ കുറച്ച് നാളത്തെ ഒരു ജീവിതം മാത്രമാണ്. ഒരു ചെടി വളർന്ന് ഒരു പുഷ്പം പുഷ്പിക്കുന്നത് പോലെ, ആ പുഷ്പം വാടിപ്പോകുന്നത് പോലെ മാത്രമാണ് നമ്മുടെ ജീവിതം. അത് നമ്മൾ സ്വയം മനസ്സിലാക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ അതിനെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ ആത്മാവിനെക്കുറിച്ച്, മരണാനന്തരമുള്ള ജീവിതത്തെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. അങ്ങനെ എല്ലാവരും ദൈവഭയമുള്ളവരായി ജ്ഞാനത്താലും പരിശുദ്ധാത്മാവിൻ്റെ വരഫലദാനങ്ങളാലും വളരണം. എന്നാൽ മാത്രമേ നമ്മുടെ കുടുംബം നന്നാവുകയുള്ളൂ, നമ്മുടെ രാജ്യം നന്നാവുകയുള്ളൂ, ലോകം മുഴുവൻ സമാധാനത്തിൽ നിലനിൽക്കുകയുള്ളൂ. എനിക്കിപ്പോൾ ഒരു ഓർമ്മ വരുന്നു. പണ്ട് കാവുകാട്ട് പിതാവിനോട്, പ്രഗത്ഭനായ ഒരാളായിരുന്നു കാവുകാട്ട് പിതാവ്. പിതാവിനോട് ഒരാൾ സംശയം ചോദിച്ചു, പിതാവേ, ഇപ്പം പണ്ടത്തതുപോലെ അച്ഛന്മാർക്കൊന്നും അല്ലെ സന്യാസികൾക്കൊന്നും ഒരു ദൈവഭക്തിയോ ഒന്നും കാണുന്നില്ലല്ലോ, അതെന്താണ് പിതാവേ? എല്ലാവർക്കും ആഡംബര ജീവിതത്തോടും ഒക്കെയാണല്ലോ, ദാരിദ്ര്യവും ബ്രഹ്മചര്യവും അനുസരണയൊക്കെ വളരെ കുറവാണല്ലോ, അതെന്താണെന്ന് ചോദിച്ചപ്പോൾ പിതാവ് പറയുകയാണ്, ഇതൊന്നും അച്ഛന്മാരുടെ കുഴപ്പമല്ല. ഇപ്പം വേറെ മതസ്ഥരാണെങ്കിൽ ഹിന്ദുക്കളിലും മുസ്ലിങ്ങളിലും പൂജ നടത്തുന്നവരുണ്ട്, ഓരോരോ സഭയുടെ നേതാക്കളുണ്ട്. അവർക്കും വേണ്ടത്ര ഭക്തിയോ ഒന്നുമില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ അവർ വളർന്നു വരുന്ന കുടുംബ പശ്ചാത്തലമാണ് അവരെ മോശക്കാരാക്കുന്നത്. കുടുംബത്തിൽ നിന്നാണ് നല്ല സന്യസ്തരും വൈദികരും ഒക്കെ വളർന്നു വരുന്നത്. അപ്പോൾ ആദ്യം എവിടെ നന്നാകണം? കുടുംബം നന്നാകണം. നല്ല മാതാപിതാക്കളും
ഒക്കെ നല്ല മക്കളുണ്ടാവുകയുള്ളൂ. നല്ല മക്കളെ നല്ല സമൂഹം വാർത്തെടുക്കുകയുള്ളൂ. നല്ല സഭയെ വാർത്തെടുക്കുകയുള്ളൂ. നല്ല നേതാക്കളാകാൻ പറ്റുകയുള്ളൂ. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. നമ്മുടെ കുടുംബത്തിൽ ഭർത്താവ് ഭാര്യയെ കുറ്റം പറയരുത്, ഭാര്യ ഭർത്താവിനെയും മറ്റുള്ളവരോട് കുറ്റം പറയരുത്, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കുറ്റം മക്കളോട് പറയരുത്, ഭാര്യയുടെ കുറ്റം അമ്മയുടെ കുറ്റം മക്കളോട് പറയരുത്. ഇത് ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തോപ്പിക്കാൻ വേണ്ടി, ഞാനെല്ലാം തികഞ്ഞതാണ് അവളൊന്നിനും കൊള്ളിയാലെന്നും ആക്കി തീർക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുകയും മക്കളോട് പറയുകയും ചെയ്യുന്ന ഒരു പ്രവണത പണ്ടുള്ളതിൽ കൂടുതൽ ഇന്ന് എല്ലാ കുടുംബങ്ങളിലും നിലനിൽക്കുന്നു. അത് നമ്മൾ മാറ്റിയെടുക്കണം. അതിന് ഒരു കല്യാണം കഴിച്ച് ഒരു കുടുംബജീവിതത്തിലേക്ക് പോകുമ്പോൾ തന്നെ അവർ പരസ്പരം, അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ ആ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ അങ്ങനെ പറയരുതെന്നുള്ളത്. അങ്ങനെ പറയുമ്പോൾ ആ കുടുംബജീവിതം ശിഥിലമാകുകയാണ്. അമ്മയുടെ കുറ്റം മക്കളോട് പറയുന്ന പിതാവ് അത് മനസ്സിലാക്കുന്നില്ല. ഒരല്പനേരത്തെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി സ്വന്തം പിള്ളേരുടെ അമ്മയാണ് മക്കളുടെ മുമ്പിൽ താത്തിക്കെട്ടുന്നത്. അതുപോലെ അമ്മ കുറച്ച് സുഖത്തിനും ലാഭത്തിനും വേണ്ടി മക്കളുടെ മുമ്പിൽ സ്വന്തം തെറ്റുകൾ മറയ്ക്കുവാൻ വേണ്ടി ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയായിരിക്കാം പിതാവിൻ്റെ കുറ്റം മക്കളോട് പറയുന്നു. അതുള്ള കുറ്റമല്ല, ഇല്ലാത്ത കുറ്റം വരെ പറഞ്ഞ് പിള്ളേരുടെ മനസ്സ് വികൃതമാക്കുന്നു. അങ്ങനെ പരസ്പരം മക്കൾ മാതാപിതാക്കളെയും അമ്മയും അപ്പനെയും സ്വന്തം മനസ്സിലുള്ള ആ നല്ല ഇമേജ് തകരുകയാണ് ചെയ്യുന്നത്. അത് ഓരോ മാതാപിതാക്കളും അപ്പനും അമ്മയും മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കി മക്കളോട് അപ്പൻ്റെയോ അമ്മയുടെയോ കുറ്റം പരസ്പരം ആരും പറയുകയോ പഴിചാരുകയോ ചെയ്യരുത്. അങ്ങനെ കുടുംബത്തിൻ്റെ ഭദ്രത, സ്നേഹം മരണം വരെ നിലനിർത്താൻ ഓരോ പിതാവും ഓരോ മാതാവും പരിശ്രമിച്ചാൽ മാത്രമേ ആ കുടുംബജീവിതം, മക്കളുടെ ജീവിതം, മക്കളുടെ ഭാവി നല്ലതാവുകയുള്ളൂ. ഇന്നോ നാളെയോ തീരുന്നതല്ല ഓരോ കുടുംബത്തിൻ്റെയും അപ്പൻ്റെയും അമ്മയുടെയും മക്കളുടെയും ജീവിതം. മരണം വരെ അവരൊന്നാണെന്നുള്ള സത്യം എല്ലാവരും ഓർക്കണം. മക്കൾക്ക് നല്ല മാർഗങ്ങൾ കാണിച്ചു കൊടുത്താൽ മാത്രമേ മക്കൾ രാജ്യത്തിനും നാടിനും ലോകത്തിനും ഉത്തമരായി നല്ല വ്യക്തിത്വത്തിന് ഉടമകളായി വളരുകയുള്ളൂ. അല്ലെങ്കിൽ പരസ്പരം കുറ്റം പറയുകയും മക്കളോട് കുടുംബത്തിലെ പിതാവിൻ്റെ കുറ്റവും പിതാവാണെങ്കിൽ മാതാവിൻ്റെ കുറ്റവും മക്കളോട് പറയുന്നതിലൂടെ ആ കുടുംബ ബന്ധവും മക്കളുമായിട്ടുള്ള ബന്ധവും തകരുകയാണ് ചെയ്യുന്നത്. ആ തകർച്ചയിലൂടെ പലരും ചൂഴ്ന്നു കയറി പല ബന്ധങ്ങളും സ്ഥാപിക്കാൻ ഇടയാവുന്നു. ഇവർ തമ്മിലുള്ള അകൽച്ച മനസ്സിലാക്കി ഭാര്യയുടെ അടുത്ത് അല്ലെങ്കിൽ കുടുംബിനിയുടെ അടുത്ത് വന്ന് ഭർത്താവിൻ്റെ അല്ലെങ്കിൽ കുടുംബനാഥൻ്റെ കുറ്റം പറയുന്നു. അഥവാ കുടുംബനാഥൻ്റെ അടുത്താണെങ്കിൽ കുടുംബിനി ഭാര്യയുടെ കുറ്റം പറഞ്ഞ് അയാൾ അടുത്തുള്ള ഒരാളായിത്തീരുന്നു. പിന്നെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാകുന്നു, അല്ലെങ്കിൽ സൂക്ഷിപ്പുകാരിയാവുന്നു. എന്നിട്ട് പണം ആവശ്യപ്പെടുന്നു. പിന്നെ ഭയങ്കര വിശ്വാസമായി, ഭർത്താവിനേക്കാൾ ഭാര്യയേക്കാൾ വിശ്വാസം ഈ മൂന്നാമതുള്ള ഒരാൾക്കാണ്. ആ വ്യക്തി ഈ കുടുംബത്തിലേക്ക് മൂന്നാമതൊരു വ്യക്തി ആരും അറിയാതെ കടന്നു വരികയാണ്. അവർ ചോദിക്കുന്നത് എന്തും, പണമെങ്കിൽ പണം, സ്വർണമെങ്കിൽ സ്വർണം എടുത്തു കൊടുക്കുന്നു. അതും ഭാര്യയാണെങ്കിൽ ഭർത്താവിനോട് ചോദിക്കുന്നില്ല, ഭർത്താവാണെങ്കിൽ ഭാര്യയോടും ചോദിക്കുന്നില്ല. രണ്ടുപേരും അവിടെ മറച്ചു വെച്ച് തെറ്റ് ചെയ്യുന്നു. അപ്പോൾ പിന്നെ മക്കളെ ശ്രദ്ധിക്കാൻ അവർക്ക് നേരമില്ലാതെ വരുന്നു. മക്കൾ തോന്നിവാസമാകുന്നു. അത് ഇന്ന് പല കുടുംബങ്ങളിലും നടപ്പിലാകുന്ന ഒരു സംഭവമാണ്.
ആരും നാണക്കേട് കാരണം പുറത്തു പറയുന്നില്ല. അങ്ങനെ നമ്മുടെ കുടുംബജീവിതത്തിലേക്ക് മൂന്നാമതൊരാൾ കടന്നു വരാതെ ഓരോ കുടുംബനാഥനും നാഥയും, ഓരോ അപ്പനും അമ്മയും, ഓരോ ഭാര്യയും ഭർത്താവും ശ്രദ്ധിക്കേണ്ടതാണ്. മൂന്നാമതൊരാൾക്ക് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബജീവിതത്തിൽ യാതൊരു കാരണവശാലും കയറി വരാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കരുത്. അങ്ങനെ സൃഷ്ടിച്ചാൽ മക്കളുടെ ജീവിതം അവതാളത്തിലാകും. മക്കളെ ശ്രദ്ധിക്കാൻ നേരമില്ലാതെ, മക്കൾക്ക് കൊടുക്കേണ്ട സംരക്ഷണം കൊടുക്കാൻ സാധിക്കാതെ, അവർക്ക് കൊടുക്കേണ്ട മാർഗനിർദ്ദേശങ്ങളും സ്നേഹവും കൊടുക്കാൻ സാധിക്കാതെ അവർ വഴിതെറ്റിപ്പോവും. ക്രിമിനൽ പശ്ചാത്തലത്തിലേക്ക്, കള്ളത്തരത്തിലേക്കും മറ്റ് സ്നേഹബന്ധത്തിലേക്കും അവർ വഴുതി മാറും. ഇതിനാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ കുടുംബത്തിലെയും ആ കുട്ടികളുടെ അപ്പനെയും അമ്മയെയും മാത്രം കുറ്റം പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. അതെല്ലാവരും മനസ്സിലാക്കണം. കുട്ടികളെ മാതാപിതാക്കൾ സ്വന്തം കൺവട്ടത്ത് വളർത്തണം. പ്രത്യേകിച്ച് ഒരു മാതാവിൻ്റെ 100% ഉത്തരവാദിത്തമാണ് തങ്ങൾക്കുണ്ടാവുന്ന മക്കളെ വിശുദ്ധിയിലും സത്യസന്ധതയിലും നല്ല മാർഗത്തിലൂടെയും വളർത്തുക എന്നത്. അവരുടെ ഓരോ പ്രായത്തിലെയും വളർച്ചയുടെ കാലഘട്ടം ഓരോ മാതാവും പിതാവും മനസ്സിലാക്കുകയും അവർക്ക് വേണ്ട കെയറും സംരക്ഷണവും അവർക്ക് വേണ്ട അറിവുകളും പറഞ്ഞു കൊടുക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അത് ചെയ്യാതിരിക്കുകയും അതിന് മുൻഗണന കൊടുക്കാതെ വേറെ കൂട്ടുകെട്ടുകളിലും ഫോൺ വിളിയിലും സീരിയൽ കാണിച്ചതിലും സിനിമ കാണിച്ചതിലും അയൽവക്കക്കാരും മൊത്തമുള്ള കുറ്റം പറച്ചിലും സമയം കണ്ടെത്തുകയും ചെയ്യുന്നതിലൂടെയാണ് ഓരോ കുടുംബവും തകരുന്നതും മക്കൾ വഴിവിട്ടു പോകുന്നതും അവർക്ക് വേണ്ട അറിവ് ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നത്. സ്കൂളിൽ വിടുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റു പല സംഘടനകളിൽ വിടുന്നുണ്ട്, അവിടെ നിന്ന് അവർക്ക് അറിവ് കിട്ടും എന്നത് തെറ്റായ ധാരണ മാത്രമാണ്. സ്വന്തം മക്കൾക്ക് അറിവ് പകർന്നു കൊടുക്കുകയും അവരെ നേരായ വഴിക്ക് നയിക്കുകയും ചെയ്യേണ്ടത് ഓരോ മാതാവും ഓരോ പിതാവുമാണ്. അത് നമ്മൾ എപ്പോഴും ഓർക്കണം. അങ്ങനെ മക്കൾക്ക് വേണ്ടി നല്ല കാലഘട്ടത്തിൽ അവർക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കണം. എങ്കിൽ മാത്രമേ മരണനേരത്ത് സന്തോഷത്തോടെ മരിക്കുവാനും ഈ മക്കൾ സന്തോഷത്തോടെ ഓരോ മാതാപിതാക്കളെ നോക്കുകയും ചെയ്യുകയുള്ളൂ. അങ്ങനെയുള്ള മാതാപിതാക്കളുടെ മക്കളാണ് ഇന്ന് നാടിനും വീടിനും ഉതകുന്ന നല്ല വ്യക്തിത്വമുള്ള മക്കളായി, ഭരണകർത്താക്കളായി വളർന്നു വരുന്നത്. നല്ല വ്യക്തിത്വം ഉണ്ടാകുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. ആദ്യമായി മാതാപിതാക്കൾ പരസ്പരം സ്നേഹവും ബഹുമാനവും ഉണ്ടായിരിക്കണം. മാതാപിതാക്കളെ കണ്ടാണ് മക്കൾ പഠിക്കുന്നത്. ഇന്ന് ആ ചിന്തകളെല്ലാം മാറി മാതാവ് മാതാവിന് തോന്നിയ പോലെയും പിതാവ് പിതാവിന് തോന്നിയ പോലെയും മക്കളെ വളർത്തുന്നു. അങ്ങനെയല്ല വളർത്തേണ്ടത്. ചില വീടുകൾ എനിക്കറിയാം, മൂത്ത മകൻ്റെ അല്ലെ മൂത്ത മകളുടെ കുറ്റം ഇളയാളോട് പറയും, ഇളയാളുടെ കുറ്റം നടുക്കത്തവനോട് പറയും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പണ്ട് ബ്രിട്ടീഷുകാർ ഭരിച്ചതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് മാതാപിതാക്കൾ മക്കളെ നിർത്തുന്നു. അവരെ തമ്മിൽ സ്നേഹിക്കുവാനോ അവരെ തമ്മിൽ ബഹുമാനിക്കുവാനോ ഇന്നത്തെ മാതാപിതാക്കൾ ശ്രമിക്കുന്നില്ല. പരസ്പരം അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മക്കളെ അവർക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള ഒരു ഉപകരണമാക്കി മാത്രം മാറ്റുന്നു. ഇതിൽ കൂടി വരുന്നത് മക്കളുടെ നാശമാണ്, അവരുടെ കുടുംബത്തിൻ്റെ നാശമാണ്. എന്നെങ്കിലും ഒരിക്കൽ സത്യം എല്ലാവരും അറിയും. ഈ മാതാപിതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് തമ്മിത്തല്ലിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ഈ മക്കൾ സഹോദരങ്ങൾ പരസ്പരം അറിയും. അപ്പോൾ ഈ മാതാപിതാക്കളെ അവർ വെറുക്കും. അങ്ങനെ വെറുപ്പ് ഒരു മാതാപിതാക്കൾക്കും നേരിടാൻ ഇടയാകാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇതെല്ലാം കഴിഞ്ഞിട്ട് മാതാപിതാക്കളെ കാണുമ്പോൾ
അല്ലെങ്കിൽ മാതാവിനെ കാണുമ്പോൾ മക്കൾ മിണ്ടാതെ തലതിരിച്ചു പോകുന്നു. സഹോദരിയെ കാണുമ്പോൾ മക്കളുടെ മുഖം കൈകൊണ്ട് തട്ടിത്തെറിപ്പിക്കുന്നു. ഇതൊക്കെ ഇന്ന് സർവ്വസാധാരണമാണ്. ഒരു ഫംഗ്ഷന് വന്നാൽ പരസ്പരം മിണ്ടില്ല, ഫംഗ്ഷന് വിളിച്ചാൽ വരികയില്ല. ഇതൊക്കെ എന്ത് രീതിയാന്ന് ഞാൻ ഓർത്ത് അന്തം വിട്ടു പോകുന്നു. പലതും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതിനും അപ്പുറമാണ്. ഇതൊക്കെ മാറ്റി നല്ലൊരു ജീവിതത്തിലേക്ക്, നല്ലൊരു കുടുംബത്തിലേക്ക് എല്ലാവരും വരേണ്ടതാണ്. ഓരോ മാതാപിതാക്കളും, അതായത് പ്രത്യേകിച്ച് പിതാവിന് മക്കളെ എങ്ങനെ നയിക്കണം എന്നുള്ളത് മാതാവിന് നിർദ്ദേശം കൊടുക്കേണ്ടതാണ്. മാതാവ് മക്കളെ എങ്ങനെ നയിക്കണമെന്ന് പിതാവിന് നിർദ്ദേശം കൊടുക്കേണ്ടതാണ്. അവിടെ രണ്ടുപേരുടെയും ഉത്തരവാദിത്വം തുല്യമാണ്. രണ്ടുപേരും കൂടി ഉത്തരവാദിത്വത്തോടെ തങ്ങൾക്ക് ജനിക്കുന്ന മക്കളെ സ്നേഹത്തിലും ഐക്യത്തിലും വളർത്തണം. അല്ലാതെ പരസ്പരം കുറ്റം പറഞ്ഞ് അവരെ തമ്മിത്തല്ലിക്കുകയല്ല ചെയ്യേണ്ടത്. അങ്ങനെ തമ്മിത്തല്ലിക്കുന്ന കുട്ടികളാണ് പിന്നീട് വളർന്നു വന്ന് നാടിനും സമൂഹത്തിനും ഉപദ്രവകാരികളായിത്തീരുന്നത്. അതുകൊണ്ട് ഓരോ വ്യക്തികളെയും വാർത്തെടുക്കുന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഓരോ മാതാവിനും പിതാവിനുമുള്ളതാണ്. ഇനിയും വളരെയധികം കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ട്. സമയത്തിൻ്റെ കുറവ് കൊണ്ട് ഞാൻ ഇവിടെ ചുരുക്കുന്നു. എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.